ഹലോ പ്ലസ് വൺ മക്കളെ എന്ന് ഞാൻ പറയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ ഇനി +1 ആയി ഒഫീഷ്യലി ആയിട്ടില്ല, ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഒഫീഷ്യലി ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും പാസ്സാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ഇരിക്കുക. പാസ്സാകുക മാത്രമല്ല A+ കിട്ടുന്നുള്ള വിശ്വാസത്തോടെ ഇരിക്കുക. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിപ്പോൾ തന്നെ പറയണം, അതിന് ലേറ്റ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് +1 നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് പോലെയല്ല എന്നൊക്കെ നിങ്ങൾ കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടാകും. അത് എന്തുകൊണ്ടാണ് +1 10ാം ക്ലാസ് പോലെ അല്ല എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മുടെ +1 അഗ്നി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് മെയ് 12 ആണ്. ഈ ഡേറ്റ് ആദ്യം തലേ കയറ്റുക. +1 അഗ്നി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് മെയ് 12 ആണ്. നിങ്ങൾ വേറെ എൻട്രൻസ് ബാച്ച്, നമ്മുടെ എക്സാമിനറിന്റെ നീറ്റ് ബാച്ചോ JEE ബാച്ചോ എൻട്രൻസ് ബാച്ചിനോ ജോയിൻ ചെയ്തെങ്കിൽ കുഴപ്പമില്ല. 12ാം തീയതി കഴിഞ്ഞിട്ട് 2-3 ഡേയ്സ് ഗ്യാപ്പിൽ തന്നെ നമ്മൾ JEE നീറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ 12ാം തീയതി തലേ കയറ്റിക്കൂടാം. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ടാകുന്നതായിരിക്കും, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ +1 കൊമേഴ്സ് ബാച്ചും വിത്തിൻ ഈ ദിവസങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. കൃത്യമായുള്ള ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തിനാ സാർ ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്? റിസൾട്ട് മെയ് 5-8 ആയിരിക്കും വരിക. അപ്പോൾ റിസൾട്ട് വന്നപാട് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന് നിങ്ങൾക്ക് എന്ത് വേണം മക്കളെ? +1 എന്തൊക്കെയാണ് നിങ്ങൾക്ക് +1 നിങ്ങളെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു ഐഡിയ വേണം. അതായത് +1 എന്ന് പറഞ്ഞാൽ വലിയൊരു ജേണിയാണ്. ആ ഒരു ജേണിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടുമുട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം നേരത്തെ മനസ്സിലാക്കിയാൽ പണി പാടും. അതെന്തൊക്കെയാണ് കണ്ടുമുട്ടാൻ പോകുന്നുള്ള കാര്യം ഒരു റോഡ് മാപ്പിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ +1 നിങ്ങൾ കാത്തിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ SLCയിൽ നിങ്ങൾ കണ്ടതാണ്, പക്ഷേ അത് വേറെ ലെവലിലായിരിക്കും +1 ഉണ്ടാകുമ്പോൾ. പേടിപ്പിക്കാൻ വേണ്ടി പറയാമല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അതായത് നമ്മൾ +1 അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്താൽ, +1 ഏത് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നമ്മൾ മെയ് 12ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. മെയ് 12 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ചെക്ക് പോയിന്റ് ഓണപ്പരീക്ഷയാണ്. ഓണപ്പരീക്ഷ ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് 18ാം തീയതിയൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ഗ്യാപ്പേ അവിടെ ഉള്ളൂ. അപ്പോൾ ഓണം എക്സാമിന് മുമ്പ് നമുക്ക് ഓണം എക്സാമിൻ്റെ സിലബസ് തീർക്കണം. അതിന് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്താലേ നടക്കുള്ളൂ എന്നാണ് സത്യം. സാർ അപ്പോൾ സ്കൂളിലൊക്കെ ജൂണിൽ തീരില്ല. ഒരു സ്കൂളിലും തീരാറില്ല, കാരണം പറ്റില്ല. ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ തീർക്കാനാണ്? അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ +1 അഗ്നി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മെയ് 12 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓണപ്പരീക്ഷയുടെ സിലബസ് നമ്മൾ എന്ത് ചെയ്യും? ജൂലൈ 12 തീർക്കും. അതായത് നിങ്ങൾക്ക് ആക്ച്വൽ ഓണം എക്സാമിന് മുമ്പ് 1 മന്ത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. ആ 1 മന്ത് നമ്മൾ അടിച്ചു പിടിച്ച് റിവിഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ 1 ഷോട്ടും കാര്യങ്ങളും പിന്നെ മാരത്തോണൊക്കെ അറ്റൻഡ് ചെയ്യാം. സാർ എന്നാൽ പിന്നെ അത് മാത്രം അറ്റൻഡ് ചെയ്താൽ പോരെ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ് അല്ല +1 എന്നുള്ള കാര്യം. 2 കാര്യങ്ങളിൽ. ഒന്ന്, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 2 ചാപ്റ്റർ ഉണ്ടായിരുന്നുണ്ട് ഓരോ സബ്ജക്റ്റിലും പഠിക്കാൻ വേണ്ടി ഓണപരീക്ഷയ്ക്ക്. മാക്സിമം 2.5 ചാപ്റ്ററിന് ഫിസിക്സിലൊക്കെ ഓർമ്മയില്ലേ? +1 അത് മിനിമം 4 ചാപ്റ്റർ ഉണ്ടാവും. കാരണം എന്താണ്? ഫിസിക്സിൽ 14 ചാപ്റ്റർ ഉണ്ട്, ഓരോ സബ്ജക്റ്റിൽ ബയോളജിയിൽ 19 ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഇങ്ങനെ 2 ചാപ്റ്റർ ഓണപരീക്ഷയ്ക്ക് വരിക. മിനിമം 4 ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവും. ശരിക്കും 5-6 ചാപ്റ്റർ ഉണ്ടാവുന്നതാണ്. മിനിമം 4 ചാപ്റ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ജൂണിൽ തുടങ്ങുന്നതുകൊണ്ട് അവർ 4 ചാപ്റ്ററിലേക്ക് ആക്കും. പക്ഷെ ആ സമയത്തേക്ക് നിങ്ങൾ ആക്ച്വലി എത്ര തീർക്കേണ്ടി വരും? 5 ചാപ്റ്റർ തീർക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? കളി മറിയാണ്ടോ? രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ +1 ഓരോ ചാപ്റ്ററും 10ാം ക്ലാസ്സിൻ്റെ ഓരോ ചാപ്റ്ററിന് ഡബിൾ കണ്ടന്റ് ഉണ്ട്. തമാശ പറയില്ല, നിങ്ങൾ +1 സീരിയസിനോട് ചോദിച്ചോ. അത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സെയിം ആണ്, കണ്ടന്റും ഡബിൾ ആണ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഇത് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 8 ചാപ്റ്റർ ആയിരിക്കും ഓണം എക്സാം പഠിക്കാനുള്ളത്. 10ാം ക്ലാസ് വെച്ച് നോക്കുകയാണ്. 10ാം ക്ലാസ്സിൽ 8 ചാപ്റ്റർ ഓണം ഈക്വലൻ്റ് ആണ്. പേടിപ്പിക്കാൻ പറയില്ല, റിയാലിറ്റി പറഞ്ഞുതരാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങളിതൊന്നും അറിയാണ്ട് നിങ്ങൾ +1 പഠിക്കാൻ നോക്കുമ്പോൾ ഈ റിയാലിറ്റി പെട്ടെന്നായിരിക്കും നിങ്ങളെ ഹിറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്, സയൻസ് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ സയൻസിൻ്റെ അല്ല പ്രശ്നം, +1ൻ്റെ പ്രശ്നമാണത്. മനസ്സിലാവുന്നില്ലേ? അത് അപ്പം പെട്ടെന്ന് തോന്നാതിരിക്കുന്നതിനാണ് നല്ലത്. ഇപ്പം തന്നെ അത് മനസ്സിലാക്കി മെല്ലെ തലേ കയറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സിലബസ് തീർക്കും, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തുടങ്ങണം, പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കണം. സ്ലോ പരിപാടി നടക്കാൻ പോകുന്നില്ല. സ്കൂളിലൊക്കെ മെല്ലെ എടുക്കുള്ളൂ, ഇതിൽ അവസാനം ബ്രാന്ന് തീർക്കും. ഒരു കാര്യമില്ല, നിങ്ങൾ കഷ്ടപ്പെടും. നമ്മൾ ആദ്യം തന്നെ വേണ്ട സ്പീഡിൽ പോകും. ഓവർ സ്ലോ ഇല്ല, ഓവർ സ്പീഡും ഇല്ല, വേണ്ട സ്പീഡിൽ പോകും. അങ്ങനെ നമ്മൾ ഓണ പരീക്ഷ കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നവംബർ 12 തീർക്കും. ക്രിസ്മസ് എക്സാമിന് ഡിസംബർ 8 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മാസം വീണ്ടും അവിടെ ഓൾമോസ്റ്റ് റിവിഷൻ ചെയ്യാനുണ്ടാവും. കംപ്ലീറ്റ് പബ്ലിക് എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഡിസംബർ 31 തീർക്കും. ഡിസംബറോടെ +1 സിലബസ് എക്സാമിനർ തീർത്തിരിക്കും. എല്ലാം ലൈവ് ക്ലാസ് ആണ്. ഒന്നും റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് ലൈവ് ക്ലാസ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കാരണം നടക്കില്ല. നമുക്ക് തന്നെ എക്സ്പീരിയൻസ് എന്നറിയാം. എക്സാമിനർ കഴിഞ്ഞ വർഷമൊക്കെ +1, കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ പല വട്ടങ്ങളിൽ നമ്മൾ പല ബാച്ചിലും ഈ റെക്കോർഡ് രീതി നടത്തി. റെക്കോർഡർ ആകുമ്പോൾ ഗുണം നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് കാണാൻ സമയം ഉണ്ടാവില്ല. മാത്രമല്ല റെക്കോർഡർ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര മടി.
അപ്പോൾ ഇതെല്ലാം ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും തീർക്കാൻ പോകുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് ഫുൾ ഒറ്റയടിക്ക് തീർത്ത് പോകണമെങ്കിൽ വരിക. 31 നമ്മൾ സിലബസ് തീർക്കും. പിന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചാൽ എന്തിനാ 31 ഡിസംബറിലൊക്കെ തീർക്കേണ്ടത്? മെല്ലെ തീർത്താൽ വരും, ഫെബ്രുവരി സമയം ഉണ്ടല്ലോ. മക്കളെ ഇത്രയും കാര്യങ്ങൾ, ഫിസിക്സിൽ 14 ചാപ്റ്ററിൽ, ബയോളജിയിൽ 15 ചാപ്റ്ററിൽ, മാത്സിൽ 15 ചാപ്റ്റർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡിസംബർ ആകുമ്പോഴത്തേക്കും കുറേ മറന്നിട്ടുണ്ടാവും. ഫെബ്രുവരിയിൽ മോഡൽ എക്സാം നിങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ എത്ര മാസമേ പഠിക്കാനുള്ളൂ? ജാനുവരി ഒറ്റ മാസം പഠിക്കാനുള്ളൂ. ഫെബ്രുവരി മോഡൽ എക്സാമിന് കുറേ സമയം അങ്ങനെ പോകും. പിന്നെ മാർച്ചിൽ പബ്ലിക് എക്സാം. അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്യണ്ടേ? മറന്നു പോയിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അത് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ ഡിസംബറിനെങ്കിലും തീർക്കണമെങ്കിൽ മെയ്യിലെങ്കിലും തുടങ്ങണം. ഈ ഒരു കാര്യം +1 എക്സാമിനറിന് കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതായത് നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ സ്കൂളിൽ തുടങ്ങുമ്പോൾ എല്ലാം തുടങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരുന്നാലും തീരില്ല എന്നാണ് റിയാലിറ്റി. നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നമ്മൾ +1 നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും മെയ് 12 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. നമ്മൾ ഇതിന് മുൻപ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ അവസാനത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ലൈവിന് പകരം റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് തന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ബാച്ച് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷേ കുറേ കുട്ടികൾ പറഞ്ഞു, സാർ ലൈവിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളാം, റെക്കോർഡറൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ ലൈവിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തു. കാരണം മറ്റേ റെക്കോർഡർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലൈവിലേക്ക് വരാമെന്നാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ബാച്ച് നമ്മൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മെയ് 12 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റിസൾട്ട് വന്നപാടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റിസൾട്ടിന് എന്തെങ്കിലും ഡേറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചിന്തിക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണ്? കാരണം വേറെ വഴിയൊന്നുമില്ല, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലേ ശരിയാവുള്ളൂ. ഇനി ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും, സാർ ഇതിനെങ്ങനെ പേടിപ്പിക്കുന്നു, ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര മാത്രമൊക്കെ ഉണ്ടോ? ഇതിന് മാത്രം പ്രശ്നമൊക്കെ കാണിക്കാൻ മാത്രം ഉണ്ടോ? അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ മൊത്തം ജേണി സമാധാനമായിട്ട് പോകാം. നിങ്ങൾക്ക് പഠിക്കാനും സമയമുണ്ടാവും, റിവൈസ് ചെയ്യാനും സമയമുണ്ടാവും, പഠിക്കാനും സമയമുണ്ട്, റിവൈസ് ചെയ്യാനും ഒക്കെ സമയമുണ്ടാവും. മാത്രമല്ല ലൈവ് ക്ലാസ്സിൽ എല്ലാം എടുത്തുതരും. നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾ ഈ പ്ലാൻ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വന്നിട്ട് ഇരുന്നാൽ എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് ക്ലാസ്സിൽ വന്ന് ഇരുന്നാൽ മതി, ടീച്ചർ എടുത്തുതരും. എന്നിട്ട് ഈ ഓണപരീക്ഷ ആകുമ്പോഴത്തേക്ക് അത് തീർന്നോളും. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ തീർക്കണ്ട, അത് തീർന്നോളും. സിലബസ് റിവിഷൻ നടന്നോളും, ഇതും തീർന്നോളും. റിവിഷൻ നടന്നോളും, ഇതും തീർന്നോളും. റിവിഷൻ എല്ലാം നടന്നോളും. നിങ്ങളതിൽ എക്സ്ട്രാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ, ഇത് ഫോളോ ചെയ്യാതെ പോകുമ്പോഴാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരിക. നിങ്ങൾ നോക്കേണ്ട പബ്ലിക് എക്സാം ആണെങ്കിൽ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കുക, അവർക്കൊക്കെ അറിയാം പബ്ലിക് എക്സാം ഒന്നും അറിയില്ല. ഇതിൻ്റെ പുറമെ +1 എക്സാം എന്തായാലും ടഫാകാൻ പോകണം, +2 വരെ. അതും കൂടി വന്നാണ്ടല്ലോ, ആലോചിക്കുക പോലും വേണ്ട. അപ്പം ഞാൻ പറയുന്നത് ഇത് കുറച്ച് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുമെങ്കിലും, പറയുമ്പോൾ ഭയങ്കര സംഭവം സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന പോലെ തോന്നുമെങ്കിലും, ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾ +1 ലൈഫ് സോർട്ടഡ് ആണ്. പിന്നെ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് വറി. മാത്രമല്ല ഇത് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ബേസിക് മാത്സ്, ബേസിക് ഫിസിക്സ്, പിന്നെ മലയാളം മീഡിയത്തിന് പ്ലസ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നതായിരിക്കും മെയ് 12 മുൻപ് തന്നെ. അപ്പോൾ ഡോണ്ട് വറി. അപ്പോൾ ആ ബേസിക്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോകുള്ളൂ. ക്ലിയർ ആണല്ലോ റെഡി. പിന്നെ ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. ലൈവ് ക്ലാസ് ആയിരിക്കും മെയിൻ. എക്സ്ട്രാ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. സാർ എന്തിനാ എക്സ്ട്രാ റെക്കോർഡ് ക്ലാസ്? ധാരാളം പറഞ്ഞാൽ ലൈവ് ക്ലാസ് മതി. ആ ലൈവ് ക്ലാസ് മതി, എല്ലാ സാധനവും ലൈവ് ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതിൽ ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് വന്ന ലൈവ് ക്ലാസ് അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല കേട്ടോ. ലൈവ് ക്ലാസ്സിൽ തന്നെ ഫുൾ എടുത്തരും. റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ. കൂടാതെ വർക്ക് ഷീറ്റ്സ് ഉണ്ടാവും. വർക്ക് ഷീറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലരും 10ാം ക്ലാസ് പോലെ PYQ ഒക്കെ പഠിച്ചു പോകും, കാര്യമില്ല. പ്രത്യേകിച്ച് എക്സാം ടഫായിട്ട് വരികയാണ് പുതിയ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാം. ആ പുതിയ ചോദ്യങ്ങൾ പല ചോദ്യങ്ങളും വർക്ക് ഷീറ്റ് ഉണ്ടാവുന്നതായിരിക്കും. വർക്ക് ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ PDF ക്ലാസ് നോട്ട്സ് ഉണ്ടാവും, ഓരോ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാവുന്നതായിരിക്കും. റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഉണ്ട്, ലൈവ് ക്ലാസ്സിൻ്റെ എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. വേറെ കാര്യം, മോഡൽ എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും, PYQ ഉണ്ടാവുന്നതായിരിക്കും, വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും. സാർ അപ്പോൾ PYQ വേണ്ടെന്നല്ലേ പറഞ്ഞു. PYQ മാത്രം പഠിച്ചു പോയാലേ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അതായത് PYQ മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 60-70% മാർക്ക് കിട്ടും. പക്ഷെ അതിൽ നിൽക്കും. അതിൻ്റെ മുകളിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതും കൂടി പഠിക്കണം, എക്സ്ട്രാ ചെയ്യണം. എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അതൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. പല കുട്ടികളും അറ്റൻഡ് ചെയ്യില്ല, പക്ഷെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ ലെവൽ വേറെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കൂടെ ചേർത്തിട്ട് ഫീസ് എത്രയാണ്? 4,999. 1 ഇയർ ഫീസാണ്. ബുക്ക് ഉണ്ടാവില്ല കേട്ടോ. ബുക്കിൻ്റെ ഓഫറൊക്കെ തീർന്നു, ഒക്കെ എന്നോ തീർന്നു പറഞ്ഞാണ്. ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. ബുക്കില്ലാണ്ട് ഇത്രയും ഫീച്ചേഴ്സിന് 4,999 ഫോർ 1 ഇയർ. അഗ്നി ബാച്ചിന് മാത്രമല്ല, +1 കോമേഴ്സ് ബാച്ചിന് സെയിം ഫീച്ചേഴ്സാണ്. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകുന്നതായിരിക്കും. ഈ പറഞ്ഞ ടൈം ലൈനും ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിംഗ് ഡേറ്റിൻ്റെ കാര്യം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും.
സെയിം ഫീസ്. നിങ്ങൾ എൻട്രൻസും കൂടി നോക്കുന്നുണ്ടെങ്കിൽ +1 പൃഥ്വി നീറ്റ് ബാച്ച് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ എക്സ്ട്രാ എൻട്രൻസ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് അഗ്നി ബാച്ചിൽ ഉള്ളത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും, നീറ്റ് ബാച്ചിനും JEE ബാച്ചിനും. കാരണം നിങ്ങൾ അതിൽ വരണം. കാരണം ആ ബേസിക് ക്ലാസ് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്ലാസ്സിന് JEE ക്ലാസ് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീക്ക് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ ക്ലാസ് ഉണ്ടാവും എല്ലാ ദിവസവും വൈകുന്നേരം. വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേ എക്സ്ട്രാ നിങ്ങൾക്ക് നീറ്റിന് JEE ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓവർ സ്ട്രെസ് വരില്ല. കാരണം പലപ്പോഴും സ്കൂളിലെ ക്ലാസ് പിന്നെ മറ്റേ ക്ലാസ് പിന്നെ എൻട്രൻസ് ക്ലാസ് അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെ വരില്ല. സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എൻട്രൻസിന് ക്ലാസ്. ക്ലിയർ ആണ്. ക്ലാസ് മാത്രമല്ല അതിനുവേണ്ടി സെപ്പറേറ്റ് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെ ഫീസ് വേറെയാണ്. ഇത് 4999 ആണെങ്കിൽ, ഇത് 4999 ആണെങ്കിൽ ഇവിടെ താഴെ എഴുതി നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇത് 7999 ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ, എക്സാമിനർ ബുക്ക് വേണമെങ്കിൽ ഇതാണ് അതിൻ്റെ ഫീസ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ താഴെ നമ്പർ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം. ബുക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യും വാങ്ങുന്നത്. കാരണം ഇതൊക്കെ അടിപൊളിയാണ്, ലൈവ് ക്ലാസ്സും എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയാണ്. എങ്കിൽ പോലും പ്രത്യേകിച്ച് എക്സാമിനോടൊക്കെ അടുക്കുമ്പോൾ ഒരു ബുക്ക് കയ്യിലുണ്ട് ഒരു കോൺഫിഡൻസ് ആണ്. കാരണം ബുക്കിലുണ്ടാവും PYQ, ബുക്കിലുണ്ടാവും ഷോർട്ട് നോട്ട്സ്, ബുക്കിൽ എക്സ്ട്രാ വേറെ ചോദ്യങ്ങളുണ്ടാവും. ഒരു സുഖമാണ്. മാത്രമല്ല പെട്ടെന്ന് എടുത്ത് റിവൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്പല്ല നല്ലത്. പെട്ടെന്ന് നിങ്ങളെ എക്സാമിൻ്റെ തലേന്നൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടി ബുക്കാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ബുക്ക് വാങ്ങുന്നത് റെക്കമെൻഡഡ് ആണ്. അത് പലരും അവസാനം കൊണ്ടുപോയി വാങ്ങും. അപ്പോൾ ഇത്ര തന്നെ പൈസ കൊടുക്കണം. അതിനേക്കാളും ഭേദം ആദ്യം തന്നെ വാങ്ങിച്ചാൽ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് പോകാം. വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ വാങ്ങാം. ഓക്കെ. അതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ. ഓക്കെ. പക്ഷേ ബുക്ക് അടിപൊളി മെറ്റീരിയൽ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. ഫീച്ചേഴ്സ് പറയാനുള്ള ഒരു വീഡിയോ അല്ലായിരുന്നു. ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പലർക്കും ഓൾറെഡി അറിയായിരിക്കും. അടിപൊളി കാര്യം. പിന്നെ ക്ലാസ് ആരാ എടുക്കുക? നമ്മളൊക്കെ തന്നെ എടുക്കുക. ഞാനുണ്ടാവും ഫിസിക്സിന്, എൻ്റെ കൂടെ ദിൽഷാംസും ഉണ്ടാവുന്നതായിരിക്കും. മാത്സിന് അലൻ സാർ ഉണ്ടാവും. മാത്സിന് വേറെ അലൻ സാറിൻ്റെ കൂടെ വേറെ ടീം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും നിങ്ങൾ പവർഫുൾ ആയിട്ട് ലീഡ് ചെയ്യുക. ക്ലാസ് സെറ്റ് ക്ലാസ് ആയിരിക്കും. അത് മനസ്സിലാക്കണം. നിങ്ങൾ +1 കഴിഞ്ഞ വർഷത്തെ സീനിയേഴ്സിനോട് ചോദിക്കാം, യൂട്യൂബിലെ ചാനൽ എടുത്ത് നോക്കാം, നമുക്ക് ചെയ്യാം. മെയിൻ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം ഇതാണ്. ഇത് തലേ കയറിയെങ്കിൽ നിങ്ങളുടെ +1 സോർട്ടഡ് ആണ്. പേടിക്കേണ്ട ആവശ്യം കൂടില്ല. ഓക്കെ. അപ്പോൾ പേടിക്കാതെ ബുദ്ധിപരമായിട്ട് പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അലൻ സാറും നമ്മുടെ ഹോൾ എക്സാമിൻ്റെ ടീമും ഉള്ളത്. അല്ലാണ്ട് വെറുതെ അത് പറഞ്ഞൊരു താല്പര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട്. അത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരുത്തും ടെക്നോളജിയും പിന്നെ ആ ഉള്ളിലുള്ള മോട്ടിവേഷൻ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കും കൂടെ ഉണ്ടെങ്കിൽ +1 അഗ്നി ബാച്ചിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോ. +1 അഗ്നി ബാച്ച് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ബാച്ചും, കൊമേഴ്സ് ബാച്ചും അതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. അടിച്ച് പിടിച്ച് നമുക്ക് പഠിക്കാം. റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ എന്ത് വേണം ചെയ്തോ. ജോയിൻ ചെയ്തില്ലെങ്കിൽ താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. ഇത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സ്ഥലം വിട്ടോ.